ഹലോ, അപ്പോൾ ഞാനും കുട്ടികളും ഹസ്ബൻഡും കൂടി ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് കേട്ടോ. ഞങ്ങൾ എന്തിനാണ് അറിയാൻ വന്നത്? ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, അടുത്തുള്ള അങ്ങാടിയിലുള്ള ഒരു ഹോട്ടലിൽ കണ്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ മോള് ഉഷാറായിട്ട് കയ്യൊക്കെ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അവൾ സദ്യ എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കണം, ഇലയിൽ കഴിക്കല്ലേ. അപ്പോൾ ഓൾക്ക് തന്നെ ഒറ്റയ്ക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇലയൊക്കെ ഇട്ടിങ്ങാണ്ട് ഇരുന്നിട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ഇല തന്നപ്പോൾ ഇലയിൽ എന്തൊക്കെയുള്ള പോലെയൊക്കെ തോന്നിയിട്ടോ, വലിയൊരു വൃത്തി തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഇല ഒഴിവാക്കിയിട്ട് പിന്നെ വേറെ ഒരു ഇല ഇട്ടിട്ടോ. മോൾക്ക് വലിയ ഇല തന്നെ വേണം, ഇന്ന് ആക്കില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഇല തന്നെ ഓൾക്ക് വേണം കേട്ടോ. അപ്പോൾ ആ ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ ഇരുന്ന് കൂട്ടാനൊക്കെ വന്നിട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഓരോ കൂട്ടാനുകൾ ഇടൽ തുടങ്ങി. വീട്ടിലാണെങ്കിൽ മോള് ഒറ്റക്കൊന്നും ചോറ് കഴിക്കൂല കേട്ടോ, ഞാൻ വാരി കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ ഇത് ഇവിടെ അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ചോറും വേണം, പിന്നെ കൂട്ടാനൊക്കെ വേണ്ട. ചോറിൽ ഫസ്റ്റിൻ്റെ കൈയിട്ടപ്പോൾ കൈ പൊള്ളിക്കണം. പക്ഷേ അയാൾ കുറേ ചോറ് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ അത്രയൊന്നും വേണ്ടാണ്, അപ്പോൾ കുറച്ച് ചോറ് എൻ്റെക്ക് തന്നെ ഇട്ടിട്ടോ. അങ്ങനെ ഇതാ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ കൂട്ടാനുകളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നിരന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അതിൻ്റെ ഒരു ഇലൻ്റെ ഒരു സൈഡിൽ കുറേ കൂട്ടാനുകളും പിന്നെ സാമ്പാറും ചോറും ഒക്കെ കാണാൻ. പക്ഷേ ഞങ്ങൾക്ക് പപ്പടമൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിക്കണുണ്ടോ. പപ്പടം കിട്ടിയത് കുറേ കഴിഞ്ഞിട്ടാണ്. പിന്നെ ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ലാസ്റ്റാണ് കേട്ടോ എത്തിയത്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കുള്ള സീറ്റൊക്കെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അത്രക്കും തിരക്കുണ്ടായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാവർക്കും തന്നെ സപ്ലൈ ചെയ്ത് കണ്ട് കൊടുക്കണ്ടേ. പിന്നെ ഞങ്ങൾക്ക് പാവം തോന്നിട്ടോ അവരൊക്കെ കണ്ടപ്പോൾ. സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇടങ്ങാറല്ലേ. അപ്പോൾ മോള് ഉഷാറായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ, ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. പപ്പടമൊക്കെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പപ്പടമൊക്കെ കൂട്ടിക്കുഴച്ചൊക്കെ കഴിക്കുന്നുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിച്ചങ്ങാണ്ട് എൻ്റെ ഇലയൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടോ. മടക്കി വെച്ചങ്ങാണ്ട് കൈയൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിക്ക് കുട്ടികൾ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ വാങ്ങിട്ടോ. പിന്നെ എനിക്ക് പിന്നെ വയറിൻ്റെ ഉള്ളിൽ സ്ഥലമല്ലേ കേട്ടോ, അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ട എഴുതി. ആയിഷമ്മ എന്താ എന്നോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഐസ്ക്രീം രസമുണ്ടോ എന്ന് ചോദിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, ഉമ്മച്ചി ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ ചോദിക്കുന്ന ചെയ്തിട്ട് പറയണേ, ഉമ്മച്ചി ചോദിക്കാൻ നിൽക്കണ്ട, ഓള് നക്കിക്കണ്. അപ്പോൾ തുപ്പലായി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കൂലല്ലോ, അതാണ് കേട്ടോ അവൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് അങ്ങനെ പിന്നെ വീട്ടിലേക്ക് തന്നെ മടങ്ങാണ്ടോ. പിന്നെ വേറെ വഴിക്ക് പോകണം എന്നൊക്കെ എഴുതിയിരുന്നു, ചെറുതായിട്ട് ഷോപ്പിങ്ങൊക്കെ നടത്തണം എഴുതി. ഇനി പിന്നെ ഒരു ദിവസം ആക്കാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ തന്നെ അങ്ങനെ മടങ്ങി പോകുന്നു. നല്ല രസമാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ അല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, ബൈ.